SSLC റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. +1 ഇഷ്ടപ്പെട്ട സ്കൂള് അതുപോലെ ഇഷ്ടപ്പെട്ട കോഴ്സും ലഭിക്കണം. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോഴ്സും അതുപോലെ ഇഷ്ടപ്പെട്ട സ്കൂളും ലഭിക്കുമോ? ഇല്ല. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് +1 സീറ്റ് കുറവാണ്. പക്ഷെ അവർക്ക് VHSC പോലുള്ള മറ്റേതെങ്കിലും കോഴ്സിൽ ചേർന്ന് പഠിക്കാം. അതുപോലെ സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്ര A+ ഉണ്ടെങ്കിൽ സയൻസ് ഗ്രൂപ്പ് ലഭിക്കും, അതുപോലെ കൊമേഴ്സ് ഗ്രൂപ്പ് ലഭിക്കും, അതുപോലെ ഹ്യൂമാനിറ്റീസ് ലഭിക്കും? ഇതിനൊക്കെ A+ൻ്റെ കാര്യം മാത്രമല്ല, എത്ര % മാർക്ക് ഉണ്ടെന്ന് നോക്കണം. അതുപോലെ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സ്കൂളിൻ്റെ ഡിമാൻഡ്, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇപ്പോൾ ഒരുപാട് ഡിമാൻഡുള്ള ഒരു സ്കൂളാണെങ്കിൽ ഒരുപാട് കുട്ടികൾ അവിടെ അപേക്ഷിക്കും. അപ്പോൾ നല്ല മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ അതിൽ സെലക്റ്റീവായ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടൂ. ഇപ്പോൾ അധികം കുട്ടികൾ അപേക്ഷിക്കാത്ത ഒരു സ്കൂളാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സിന് അപ്ലൈ ചെയ്താലും ആ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരു 75% മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ സയൻസ് ഗ്രൂപ്പിന് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ കൊമേഴ്സ് ഗ്രൂപ്പിന് 70% മുകളിലുള്ളവർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ 65% മുകളിൽ മാർക്കുള്ളവരാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പും ലഭിക്കും. എല്ലാത്തിനും നോക്കേണ്ട സ്കൂളിൻ്റെ ഡിമാൻഡാണ്. സ്കൂള് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ സ്കൂളിൽ കിട്ടണമെന്നില്ല. അപ്പോൾ വേറെ സ്കൂളിൽ കുറച്ച് ഡിമാൻഡ് കുറഞ്ഞ സ്കൂളിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ SSLCയുടെ മാർക്ക് ഷീറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഓരോ വിഷയത്തിനും കിട്ടിയ ഗ്രേഡാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ A+ ആണെങ്കിൽ 90 മാർക്കിനും 100 മാർക്കിനും ഇടയിലുള്ള മാർക്ക് അങ്ങനെ നോക്കാം. അല്ലാതെ കൃത്യമായിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എത്ര % മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് എത്ര % മാർക്കാണ് കിട്ടിയതെന്ന് കണ്ടുപിടിക്കാം. അതുപോലെ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ ലഭിക്കും. അപ്പോൾ EWS സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള വീഡിയോസും ചാനലിലുണ്ട്. അപ്പോൾ EWS സർട്ടിഫിക്കറ്റിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.